ഹായ് ഗായ്സ്, ഫണ്ണി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പോർക്ക് കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സബോളയൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സബോളയൊക്കെ അരിഞ്ഞപ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ചാടി തുടങ്ങി. എന്നാലും തളരില്ല. സബോളയൊക്കെ ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞു. അതിനുശേഷം എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പച്ചനും കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ പോർക്കൊക്കെ അപ്പച്ചൻ മേടിച്ച് വന്നു. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തരികയാണ് എനിക്ക്. അപ്പോൾ അപ്പച്ചൻ അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നു. അതിനുശേഷം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി കഴുകിയെടുക്കാൻ പോവാം. കഴുകിയെടുത്ത് വര വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വേവിക്കണ്ടേ? അപ്പോൾ ഒരു കുക്കർ എടുത്തു. കുക്കറിനുള്ളിൽ കുറേശ്ശെയായിട്ട് ഞാൻ ഈ കഴുകി വെച്ച പോർക്കിന് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിനെ കുറച്ചും കൂടി സുന്ദരനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളകും ഒക്കെ അങ്ങോട്ട് തട്ടിക്കൊടുത്തു. അതിനുശേഷം കുറച്ച് പെരുംജീരകം, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഞെരടി അവർക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി അവരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 വിസിലടിക്കണ വരെ നമുക്കതിനെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാനിതാ ടൊമാറ്റോ, അതിനാവശ്യമായിട്ടുള്ള 2 ടൊമാറ്റോ എടുത്തു. അതിതാ കുനുകുന അരിയണു. അപ്പോഴേക്കും നമ്മുടെ പോർക്ക് ഇതാ വെന്ത് വന്നിരിക്കണു. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. സബോള ഇടാം. സബോള വേഗം വഴന്ന് വരാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ. ഏകദേശം പകുതി വഴന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തക്കാളി, പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തു. ഇനി വേറൊരു ചീഞ്ചട്ടിയിൽ നമുക്ക് കുറച്ച് തേങ്ങ, ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് അത് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് തേങ്ങ മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് പച്ചമണം പോണ വരെ ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അതിൽ തണക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി പച്ചമുളകും കൂടി വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയിട്ട് അത് നമ്മുടെ ഈ സബോളയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇതപ്പോഴേക്കും തണുത്തല്ലോ. ഇനി നമുക്കത് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് ഈ സബോളയുടെ ഇതിക്ക് തട്ടാം. ഇനി പോർക്ക് നമ്മൾ നേരെ അതിക്ക് തട്ടിക്കൊടുത്തു. കുറച്ചും കൂടി കുരുമുളക് കൊടുത്തു. കുറച്ചും കൂടി കളർ വേണം. അപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി കൊടുത്തു. എരിവൊന്നും കൂടിയിട്ടില്ല കേട്ടോ, പാകത്തിനുള്ള എരിവായിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി നമുക്കിത് വറ്റിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം അവസാനം എത്തിയപ്പോൾ ഇതാ ഇങ്ങനെയായി കിട്ടി. അപ്പോൾ ഓക്കെ ഗൈസ്.